നോക്കാം, ഒന്ന് ചെയ്ത് നോക്കാം. ക്യൂ മാക്സിനെക്കാട്ടിയും കൂടുതലുണ്ട്. ക്യൂ മാക്സിനെക്കാട്ടിയും കൂടുതലാണ് കിട്ടും. നോക്കാം, ചെയ്ത് നോക്കാം. എവിടെ ബാക്കി ലൂട്ടറൊക്കെ എവിടെ? 21 ആള്, 22, 20 ആള് ബാക്കി എവിടെ? ഈ സബ്മിറ്റ് ചെയ്തതിൽ ആർക്കെങ്കിലും ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടി ഓക്കെ ആയവരുണ്ടോ? കുറെ പേര് സബ്മിറ്റ് ചെയ്ത് കാണുന്നുണ്ട്, ചെക്ക് ചെയ്തിട്ടില്ല. എങ്ങനെയാ അത്? ഓൾമോസ്റ്റ് ആൻസർ കിട്ടിയിട്ട് സബ്മിറ്റ് ചെയ്ത് തന്നെയാ? വളരെയധികം ആൻസർ റോങ് ആണല്ലോ. ഇനി നോക്കാം എന്തൊക്കെയാ ഗിവൺ ഡാറ്റ ഉള്ളത്. എക്സിറ്റ് മാക് നമ്പർ, ക്വസ്റ്റ്യൻ ഓർഡറിൽ എന്തൊക്കെയാ വന്നിട്ടില്ലേ? ഗിവൺ ഡാറ്റാസ് മാഗ്നേഷൻ ടെമ്പറേച്ചറിന്റെ റേഷ്യോ എക്സിറ്റ് ടു എൻട്രി അല്ലേ? അപ്പൊ എന്താ വരിക? T02 ഡിവൈഡ് ബൈ T01. എത്ര വാല്യൂ? 3.75. Then പിന്നെന്താ വന്നിട്ടില്ലേ? P2 എത്രയാ? 2.5 bar. 2.5 bar. Then T2 1000 TC. 1000 degrees Celsius. M2 0.9. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഗാമ വാല്യൂ ഈക്വൽ ടു 1.4, CP വാല്യൂ ഈസ് ഈക്വൽ ടു 1.2 kJ/kg. റൈറ്റ്? ഇത്രയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ CP വാല്യൂടെ ചേഞ്ച് ആയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് എന്തായാലും സെപ്പറേറ്റ് ആയത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, CP വാല്യൂ ചേഞ്ച് ആയ സ്ഥിതിക്ക് R വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. R വാല്യൂ നമുക്ക് ആവശ്യമില്ല, വെറുതെ ആവശ്യമില്ല. R വാല്യൂ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സ്റ്റാർട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? മാക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക് നമ്പർ ആണ് അല്ലെ? ഡിറ്റർമൈൻ ദ മാക് നമ്പർ അറ്റ് ദ എൻട്രി. ആ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ഇതിൽ നിങ്ങൾ അപ്രോക്സിമേഷൻ എടുക്കണ്ട കേട്ടോ, ഡയറക്റ്റ് ഇന്റർപോളേഷൻ ചെയ്യേണ്ടത് ഇന്റർപോളേഷൻ ചെയ്തിട്ട് തന്നെ എടുക്കണം. R വാല്യൂ 348. R വാല്യൂ 348 വരും. നമുക്ക് പക്ഷെ യൂസ് ഇല്ല, കറക്റ്റ് ആയിട്ട് വരും. ഇനീഷ്യലി എന്താ? T02 ബൈ T01 നമുക്ക് തന്നിട്ടുണ്ട് വാല്യൂ, റൈറ്റ്? T02 ബൈ T02 തന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതുന്നത് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. T02 ഡിവൈഡ് ബൈ T0 സ്റ്റാർ ഡിവൈഡ് ബൈ T01 ഡിവൈഡ് ബൈ T0 സ്റ്റാർ. ഓക്കെ, ഈ വാല്യൂ നമുക്ക് എത്ര അറിയാം? 3.75 നമുക്കറിയാലോ അല്ലേ? സോ M2 വാല്യൂ തന്നിട്ടുണ്ട്. സോ M2 വാല്യൂ തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? T02 ബൈ T0 സ്റ്റാർ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അവിടെ റേഡിയോ ടേബിൾ എടുക്കുക. M2ന് 0.9 കറസ്പോണ്ടിങ് ആയിട്ടില്ല T02 ഡിവൈഡ് ബൈ T0 സ്റ്റാർ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. സോ ആ വാല്യൂ, രണ്ട് വാല്യൂ യൂസ് ചെയ്തിട്ട് T01 ബൈ T0 സ്റ്റാർ കണ്ടുപിടിക്കാം. T01 ബൈ T0 സ്റ്റാർ. ഓക്കെ, ചെയ്തിട്ടില്ലാത്തവര് ഒന്ന് ചെയ്ത് നോക്കി. ഇപ്പൊ T01 ബൈ T0 സ്റ്റാറിന്റെ വാല്യൂ പറയാം. എത്രയാ വരുന്നത്? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് T01 ഡിവൈഡ് ബൈ T0 സ്റ്റാറിന് ഒരു വാല്യൂ കിട്ടും. എത്രയാ വരുന്നത് നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ M2ന്റെ വാല്യൂ വെക്കുക. M2ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക? T0 ബൈ
T02 by T0 സ്റ്റാറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക ഡാറ്റ ബുക്ക് വെച്ചിട്ട്, എന്നിട്ട് T01 by T0 സ്റ്റാറിന്റെ വാല്യൂ കാണാം. ഒന്ന് ചെയ്ത് നോക്കിയേ, ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് ഇതിനെ ഇന്ന് ഡാറ്റ ബുക്കിലുണ്ടോ കയ്യില്? ഒന്ന് വാല്യൂ പറഞ്ഞ നോക്കിയിട്ട് T02 by T0 സ്റ്റാർ എത്ര വരുന്നത്? ഇന്നലെ സബ്മിറ്റ് ചെയ്തിരുന്നോ വസീലിൻ? ഇല്ല, എനിക്ക് ഇന്നാ ബുക്ക് കിട്ടിയേ, ഞാൻ ഇന്നാ വന്നേ. അന്നൊന്ന് നോക്കിയിട്ട് വാല്യൂ പറഞ്ഞ T02 by T0 സ്റ്റാർ എത്ര വരിക? പറയാം. അടുത്ത ദിവസത്തേക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് വൃത്തിയായിട്ട് നോക്കിയിട്ടും വരണേ, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നു. സർ, പോയിന്റ് എത്രടാ? 264 പോയിന്റ്. T02 by T0 സ്റ്റാറോ? ഏത് ടേബിളാണ് നോക്കണേ നീ? ഐസെൻട്രോപിക് ഫ്ലോ അല്ലേ? ഐസെൻട്രോപിക് ഫ്ലോയിൽ T02 by T0 സ്റ്റാർ എന്നിട്ട് ഒരു കോളം ഉണ്ട് എനിക്ക്. ഇതാണ് ഇതുവരെ ഒരിക്കലും ആ ഡാറ്റ ബുക്ക് കണ്ടിട്ടേ ഇല്ലല്ലേ. റിലീസ് ടേബിളോ? റിലീസ് ടേബിള് എപ്പോഴെങ്കിലൊക്കെ അത് ഉപയോഗിച്ചിട്ട് ക്ലാസ്സിൽ ഇത്രയും പ്രോബ്ലം ചെയ്തിട്ട് എപ്പോഴെങ്കിലും അത് ഉപയോഗിക്കണമെന്ന്. എന്നാലേ അതെങ്ങനെ ഉപയോഗിക്കാന്ന് മനസ്സിലാവും. റെയിലി ടേബിൾ എടുക്കുക, M2 വാല്യൂ 0.9 കറസ്പോണ്ടിങ് ആയിട്ട് T02 by T0 സ്റ്റാർ എന്നിട്ടൊരു കോളം ഉണ്ടാവും. ആ വാല്യൂ നോക്കിയിട്ട് പറ. റസീദിന്റെ വാല്യൂ കിട്ടിയാ? റസീദീൻ എത്ര വാല്യൂ? 0.992. അത് വെച്ചിട്ട് ഒന്ന് T01 by T0 സ്റ്റാർ കണ്ടുപിടിച്ച എല്ലാരും. T02 by T0 സ്റ്റാർ എന്നുള്ള വാല്യൂ 0.992 വരും. ഈ വാല്യൂ T01 by T0 സ്റ്റാർ എന്ത് വരും? 0.992 divided by 3.75. Point 26. 0.2645. ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് M1 വാല്യൂ കണ്ടുപിടിക്കും. മാർക്ക് നമ്പർ റെയിലി ടേബിൾ വെച്ചിട്ട്
0.264 കറസ്പോണ്ടിങ് ആയിട്ടില്ല. അപ്രോക്സിമേഷൻ എടുക്കണ്ട, കറക്റ്റ് വാല്യൂ എത്രയാണ് വരുന്നത് നോക്കും. അതായത് ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഡാറ്റ ബുക്ക് എടുത്താൽ 0.239 0.274 ഉണ്ടാവുക. ഇൻ ബിറ്റ്വീൻ ഈ വാല്യൂ ആണ് ഉണ്ടാവുക. 0.239 0.274 ഉണ്ടാവും. സോ 0.264 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇന്റർപോളേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. 0.24 0.26 ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ആ വാല്യൂസ് വരിക. 0.254 So M1 value will be 0.2542 വരും. ഇത്ര വരെ കിട്ടിയാ M1 value equal to 0.2542 വരും. ഓക്കെ, ഈ പോയിന്റ് വരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മാക് നമ്പർ കിട്ടി എൻട്രിയിലുള്ള. ഇനി ടെമ്പറേച്ചറും പ്രഷറും കണ്ടുപിടിക്കണം അല്ലെ. ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ T2 നമുക്ക് തന്നിട്ടുണ്ട്. T2 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എപ്പോഴും നമുക്ക് ആകെ റെയിലി ഫ്ലോ ടേബിളും ഐസെൻട്രോപിക് ഫ്ലോ ടേബിളും ഒന്ന് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ട്. സോ M2 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ എടുത്ത് എന്ത് കിട്ടും? T2 ഡിവൈഡ് ബൈ T02 ഒരു വാല്യൂ കിട്ടും. റൈറ്റ്, T2 ഡിവൈഡ് ബൈ T02. ദെൻ T2 ഡിവൈഡ് ബൈ T02 കിട്ടിയ T02 ഒരു ആൻസർ നമുക്ക് കിട്ടും. കാരണം T2 വാല്യൂ നമുക്കറിയാം. T2 1000 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. സോ T2 ബൈ T02 വാല്യൂ എവിടെ നിന്ന് കിട്ടും? ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ കിട്ടും. M2 വാല്യൂ 0.9 കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിന് T2 ബൈ T02 ഒരു വാല്യൂ കിട്ടും. കറസ്പോണ്ടിങ്ങിന് നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത T2 വാല്യൂ നമുക്കറിയാം. Then we will get value of T02, right? Find out ചെയ്തേ T02. കാർത്തിക് ഉണ്ടോ ക്ലാസ്സില്? കാർത്തിക് 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 ഉണ്ടോ ക്ലാസ്സില്? ഓക്കെ, ഇനി അറ്റൻഡൻസ് പറയാൻ നോക്കുമ്പോൾ കാർത്തിക് അറ്റൻഡൻസ് പറയണമെന്നില്ല, അറ്റൻഡൻസ് ഞാൻ ഇടൂല. ഓക്കെ, തേജസ് ഉണ്ടോ? തേജസ് തേജസ് ഉണ്ടോ ക്ലാസ്സില്? തേജസ് ഒന്ന് വാല്യൂ പറഞ്ഞേ. ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ എടുത്ത് T2 ബൈ T02 ന്റെ T2 by T02.
കിട്ടിയിട്ടില്ലേ? നോക്കുന്ന ഒരു മിനിറ്റ്. ഞാനീ പറയുന്നവരെ നീ നോക്കിയിട്ടില്ല. നേരത്തെ ക്വസ്റ്റ്യൻ അവിടെ ഇട്ടിട്ട് പേഴ്സണലി വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലേ നോക്കൂ, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കൂല. സാർ കിട്ടി. എത്രയാ? 0.86 ആണ്. 0.861. അത് വെച്ചിട്ട് T02 വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. ആ, T02 വാല്യൂ 111.4. 61.4. 1161.4. നീ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ പറയുന്നത്? ആ 100%. ഓ കറക്റ്റ് ആയിട്ട് കറക്റ്റാ. കറക്റ്റ് ആയിട്ട് നീ ചെയ്തിട്ട് തന്നെയാണോ പറയുന്നത്? അത് ആൻസർ കറക്റ്റ് ആണോന്ന് അറിയില്ല, നോക്കിട്ട് ഇതാക്കി. അല്ലെ, അത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എന്താ അടിച്ചേ? നീ ഒന്ന് പറഞ്ഞ, കാൽക്കുലേഷൻ ചെയ്ത മെത്തേഡ് പറഞ്ഞ. കാൽക്കുലേഷൻ മറ്റേ T2 ഉണ്ട്, ആ എന്നിട്ട് മറ്റേ ഇതിന് കൊടുത്തിട്ട് T02 ആണ്. ഓക്കെ. T2ന്റെ വാല്യൂ എത്രയാ? T2ന്റെ വാല്യൂ 1000. 1000 എന്താ യൂണിറ്റ്? എന്താ യൂണിറ്റ്? കെൽവിന്. കെൽവിന്റെ. ഗുഡ് ബോയ്. ഞാൻ എന്താടാ ക്വസ്റ്റ്യനിൽ താന്നില്ലേ? ഓ ഞാൻ എന്താ ക്വസ്റ്റ്യനിൽ താന്നില്ല? ഒന്ന് ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ചു നോക്കിയാ എന്താ ക്വസ്റ്റ്യനില്? ഇല്ല, കെൽവിനില് ഞാൻ ഇവിടെ ഗിവൺ ഡാറ്റ എന്താ എഴുതി വെച്ച് നീടാ? ഡിഗ്രിയിലേനു. സോറി സാർ, മാർക്ക്. ഒന്ന് കറക്റ്റ് ആയിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത. അന്നേരം 127 273 ബൈ 0.86 ആണ്. എത്ര വരും ആൻസർ? അന്നേരം 1478. 1478.5 അല്ലേ? കെൽവിൻ. സോ ഇതാണ് എന്ത് വരിക? T02 വാല്യൂ വരിക. റൈറ്റ്? സോ T02 കിട്ടി. നമുക്ക് വരേണ്ടത് T1ലേക്കാണ്. സോ ഓൾറെഡി നമുക്ക് എന്തുണ്ട്? T02 ഡിവൈഡ് ബൈ T01 3.75 നമുക്കറിയാം. ഓക്കെ. സോ T02 നമുക്കറിയാം, ഈ വാല്യൂ നമുക്കറിയാം. സോ T01 കണ്ടുപിടിച്ചൂടെ? T01 ഈക്വൽ ടു T02 8.5 ഡിവൈഡ് ബൈ 3.75. T01ന്റെ വാല്യൂ കിട്ടൂല. എന്താ T01ന്റെ വാല്യൂ കണ്ടുപിടിച്ച് എത്ര വരും? എത്രയാ ശ്രീരാഗ് 301ന്റെ വാല്യൂ വരുമോ? ശ്രീരാഗ് സന്തോഷ്. ക്ലാസ്സിലുണ്ടോ? ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നും ഇല്ലെങ്കിൽ അറ്റൻഡൻസിന് പറയാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരണ്ട. സൂരജിന്റെ ക്ലാസ്സില്? സൂരജ് ക്ലാസ്സിലുണ്ടോ? രോഷിത്? 394.2 വരും. ഓക്കെ. എന്ത് കിട്ടി? T01 വാല്യൂ കിട്ടി അല്ല? T01 കൂടി കിട്ടി. എങ്ങനെയാണ് രോഷിത് T1ലേക്ക് പോവുക? T1ലേക്ക് പോയാൽ മറ്റേ M1ന്റെ ഐസെൻട്രോപിക് M1ന്റെ ഐസെൻട്രോപിക് എടുക്കുക അല്ലേ?
M1 വാല്യൂ 0.2542 നമുക്കറിയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസെൻട്രോപിക് എടുക്കുക. ഐസെൻട്രോപിക് എടുത്ത് എന്ത് വരും? T1 ഡിവൈഡ് ബൈ T01 കിട്ടൂല നമുക്ക്. 254 എടുക്കണം. 25 എടുത്താൽ എങ്ങനെ? 254 എന്നിട്ട് എടുക്കണം. 25 അല്ലേ ഇതിന്റെ അകത്തുള്ളൂ. 2.5 എടുക്കണ്ട. 254 ഇന്റർപോളേറ്റ് ചെയ്തെടുത്തോ. 2.5 എടുക്കണ്ട. T1 ബൈ T01 എടുക്കുക. ഒരു വാല്യൂ കിട്ടും T1 ബൈ T01. സിമ്പിൾ അല്ലടാ, ഇന്റർപോളേഷൻ ആകെ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ. ജസ്റ്റ് ആ രണ്ട് വാല്യൂ നോക്കി 8 സെക്കൻഡ് അടിച്ച് കയറ്റാവുന്നേ ഉള്ളൂ. T1 ബൈ T01 ഒരു വാല്യൂ കിട്ടും. അതിനകത്ത് T1 വാല്യൂ വരും. ജോസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ T1 ബൈ T01 വാല്യൂ എത്ര വരും? ഡാറ്റ വെക്കുന്നു. ചോദിക്കുന്നതിന് മറുപടി ഒന്നും പറയാതെ വെറുതെ ഓണാക്കി വെക്കുന്നോട്ട് അറ്റൻഡൻസ് പറയാനായിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. സാറേ 359. മറ്റേ വാല്യൂ എത്ര വന്നേ? T1 ബൈ T01. T1 ബൈ T01 സാർ ഇന്റർപോളേഷൻ അറിയില്ല. ഇന്റർപോളേഷൻ ചെയ്യാൻ അറിയില്ല. ഞാൻ ഡയറക്റ്റ് എടുത്തു തരാം. എന്ത് വെച്ചിട്ട്? M1 is equal to 0.25 വാല്യൂ എടുത്തു തരാം. ഓക്കെ, ഇന്റർപോളേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാരണം എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് വാല്യൂ കിട്ടുന്നില്ല. ഇന്റർപോളേറ്റ് ചെയ്യാൻ വഴി പറ്റുമോ പണി? അതായത് സപ്പോസ് 0.25 നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, ഒരു വാല്യൂ ഉണ്ട് x1. 0.26 ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, x2. എനിക്ക് കണ്ടുപിടിക്കുന്ന ഏടിയാ? ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇതിന്റെ നടുക്കാണ്. ഒന്നുകിൽ ഈ വാല്യൂ ഞാനൊരു x എന്ന് കൊടുത്തു. 0.25 കറക്റ്റ് ആയിട്ടുണ്ട് വാല്യൂ. 2542 വരുന്ന കേസിൽ 2542 എടുക്കാനാ പറഞ്ഞത്. അല്ല, അത് 25 റൗണ്ട് ചെയ്ത പോരെ? അങ്ങനെ റൗണ്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ടല്ലേ ഇന്റർപോളേറ്റ് ചെയ്ത് ചെയ്യാൻ പറയുന്നേ. ഇന്റർപോളേഷൻ പഠിച്ചിരിക്കണ റോസ്റ്റ് എന്തായാലും ഒന്നുമില്ല. ഇത് സംഭവം x1 x2 ഇൻ ബിറ്റ്വീൻ ഇവിടെ വരുന്ന വാല്യൂക്ക് ഞാൻ x കൊടുത്തു. ഇതിനെ ഞാൻ y1 കൊടുത്തു, ഇവിടെ y2 കൊടുത്തു. ഈ ഇന്റർപോളേറ്റ് ഇൻ ബിറ്റ്വീൻ കാണേണ്ടതിന് ഞാൻ y എന്നും കൊടുത്തു. ജസ്റ്റ് ഇക്വേഷൻ നോർമലി നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. ഒന്നുമില്ല, y മൈനസ് y1 ഡിവൈഡ് ബൈ y2 മൈനസ് y1 ഈക്വൽ ടു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയാൽ x മൈനസ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. അതായത് ഇപ്പൊ 0.2542 ആണ് കാണേണ്ടതെങ്കിൽ 0.2542 മൈനസ് y1 എന്ന് പറയുന്നത് കൊടുത്തിട 0.25 ഡിവൈഡ് ബൈ y2 മൈനസ് y1. y2 ഏതാ? 0.26 0.25. 0.26 മൈനസ് 0.25 എടുക്കുക ഈക്വൽ ടു എന്താ വരിക? x മൈനസ് x1. ഈ x വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അറിഞ്ഞൂടാ. x തന്നെ x മൈനസ് x1 എന്ന് പറയുമ്പോൾ 25 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ? 0.25 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഉണ്ടാവും ഡാറ്റ ബുക്കിൽ. എത്രയാണെന്ന് അതിൽ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ പറ. x1 എത്ര വരിക? 0.25 ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിൽ 0.987 അല്ലേ? സോ 0 0.987 ഡിവൈഡ് ബൈ 0.26 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാ നോക്കുക. 0.26 കറസ്പോണ്ടിങ് ആയിട്ട് 0.986 മൈനസ് 0.25 കറസ്പോണ്ടിങ് 0.987. ഈ ഓർഡറിൽ അങ്ങ് എഴുതിയാൽ ഇതിപ്പോ ഈ ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ 0.25 നിങ്ങൾക്ക് എടുക്കാൻ ഏകദേശം വാല്യൂ കിട്ടുമായിരിക്കും. പക്ഷെ വേറൊരു കണ്ടീഷൻ എന്താടാ?
.986 തന്നെ കിട്ടുക. സെയിം വാല്യൂ തന്നെ കിട്ടും, പക്ഷെ ടെമ്പറേച്ചറിൽ സെയിം തന്നെ കിട്ടും. ചെറിയ ചെറിയ വേരിയേഷൻ വന്നിട്ട് വ്യത്യാസം. ചിലപ്പം ചില 0.965 ഇത്രയുള്ളൂ. ഒരു 251 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 25 തന്നെ എടുക്കാം. പക്ഷെ 254 ഒക്കെ എത്തുമ്പോൾ ചിലപ്പോൾ മുകളിലോട്ടേക്ക് കാൽക്കുലേഷൻ കയറി വരുമ്പോ ചിലപ്പോൾ വലിയൊരു ഡീവിയേഷൻ വരും. ഒരു 10 ഡിഗ്രി ഇപ്പോ ടെമ്പറേച്ചർ ആയിരിക്കുമ്പോൾ 390 380 ഒക്കെ ആവും. ഒരു 10 ഡിഗ്രീന്റെ വേരിയേഷൻ ഒക്കെ ആവും അത്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ ക്ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് 0.25 എടുക്കുക. അല്ലാത്ത കണ്ടീഷനിൽ പരമാവധി ഇന്റർപോളേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ വളരെ എളുപ്പമുള്ള സ്റ്റെപ്പിൽ ഇത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. കിട്ടുന്ന വാല്യൂ കറസ്പോണ്ട് ചെയ്യാൻ ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റർ ചെയ്യുന്നതല്ലേ. എനിവേ എത്ര ആൻസർ വരുന്നത്? T1/T01 0.98 അല്ലേ? ഓക്കെ. എത്രയാ ഇത് ഒരു T1 കറസ്പോണ്ടിങ് T1 കാൽക്കുലേറ്റ് ചെയ്ത് 986 or 9865? T1 എത്ര വരുമോ? .388.96. 388.96. Kelvin. ഇതാണ് എന്ത് വരിക? T1 വരിക. സോ നമുക്ക് എന്ത് കിട്ടി? എൻട്രിയിലെ ടെമ്പറേച്ചർ കിട്ടി, ദെൻ എൻട്രിയിലെ മാക് നമ്പർ കിട്ടി. ഓക്കെ, ക്ലിയർ ആണോ ഈ പറഞ്ഞ സ്റ്റെപ്പ്? ഇത്രയും ചെയ്ത് ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടേ? പ്രഷർ കിട്ടണം. ഓക്കെ, ഇതേ മെത്തേഡിലാണ് എന്താണ് ടെമ്പറേച്ചറിന് അതേ മെത്തേഡിൽ കണ്ടുപിടിച്ചേ. അതായത് ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ വെക്കുക. ഇനീഷ്യലി നമുക്ക് എന്ത് കിട്ടും? P2 ഡിവൈഡ് ബൈ P02 കിട്ടും, റൈറ്റ്? ഒരു വാല്യൂ കിട്ടും. സോ P2 നമുക്ക് ഓൾറെഡി അറിയാം. അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P02 കണ്ടുപിടിക്കാം. ഓക്കെ, P02 കിട്ടും. P02 കിട്ടിയ എന്ത് വരും? റെയ്ലീ ഫ്ലോ ടേബിൾ എടുക്കുക. നമുക്ക് എത്തേണ്ടത് P1ലേക്കാണ്, റൈറ്റ്? അതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള മാത്രമേ നമ്മൾ ആലോചിക്കുള്ളൂ. നമുക്ക് കിട്ടിയ വാല്യൂ വെച്ചിട്ട് നമുക്ക് എത്തേണ്ടടുത്തേക്ക് എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാം. സോ P2 നമുക്ക് തന്ന വാല്യൂ. അപ്പൊ P2 അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടേബിൾ ചോദിച്ചാൽ P2 എന്തായാലും റേഡിയൽ ഫ്ലോ ടേബിൾ ഡയറക്റ്റ് കിട്ടൂല. സോ P2/P02 ഐസെൻട്രോപിക് ഉപയോഗിക്കുക. ദെൻ P02 കണ്ടുപിടിക്കുക. P02 കിട്ടി കഴിഞ്ഞാൽ റേഡിയൽ ഫ്ലോ ടേബിൾ എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും PC1ന്റെ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടണം, എന്നാലേ P1 കണ്ടുപിടിക്കാൻ പറ്റും. സോ P02 ഡിവൈഡ് ബൈ P01 ഈക്വൽ ടു, ഇനി എന്താ യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ P02 ഡിവൈഡ് ബൈ P0 സ്റ്റാർ ഡിവൈഡ് ബൈ P01 ഡിവൈഡ് ബൈ P0 സ്റ്റാർ. M2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ വാല്യൂ കിട്ടും, P02/P0 സ്റ്റാർ കിട്ടും. M1 കറസ്പോണ്ടിങ് ആയിട്ട് P01/P0 സ്റ്റാറും കിട്ടും. P02 നമുക്ക് ഇനീഷ്യലി കണ്ടുപിടിച്ചു, നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു, തൊട്ട് മുമ്പത്തെ പ്രീവിയസ് സ്റ്റെപ്പിൽ. സോ നമുക്ക് എന്ത് കിട്ടും? P01 കിട്ടും. ഓക്കെ, ഇത്രയും ഒന്ന് കണ്ടുപിടിച്ച. സാർ മറ്റേ P2/P സ്റ്റാർ വെച്ച് P2/P സ്റ്റാറിന് മറ്റേ റേലൈറ്റ് ഫ്ലോ ടേബിളിൽ മറ്റേ P2/P സ്റ്റാർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ? മനസ്സിലായി. P സ്റ്റാർ സെയിം ആയിരിക്കൂലേ? P സ്റ്റാർ കിട്ടിയിട്ടാകുമ്പോ നീ എന്താ ചെയ്യാ? നമുക്ക് P2 വന്നില്ലല്ലോ. P2/P സ്റ്റാറിന് P സ്റ്റാർ കണ്ടുപിടിക്കുക. പിന്നെ P1/P സ്റ്റാർ നമുക്ക് ഓൾറെഡി വാല്യൂ ഉണ്ടല്ലോ. അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, P2/P സ്റ്റാർ M2 വെച്ച് കണ്ടുപിടിച്ചിട്ട് P1/P സ്റ്റാർ വെച്ച് കണ്ടുപിടിക്കാം. നിങ്ങൾ ആ മെത്തേഡിൽ ചെയ്യാം, ഈ മെത്തേഡിൽ ചെയ്യാം. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും ഓൾമോസ്റ്റ്.
കിട്ടിയോ? ചെയ്തോ? ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ ആ മെത്തേഡിൽ ചെയ്യാം. ഇതൊരു സ്റ്റെപ്പ് അധികം വരും നേരം. ഈ മെത്തേഡിലാണ് ചെയ്യുന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് അധികം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഡയറക്ട്ലി ആ റിലീഫ് ഫ്ലോ ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഒന്നുകിൽ പി ബൈ പി സ്റ്റാർ എന്നുള്ള വാല്യൂ എടുക്കുക, M2 കറസ്പോണ്ടിങ് ആയിട്ട് പി സ്റ്റാർ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, M1 കറസ്പോണ്ടിങ് ആയിട്ട് P1 ബൈ പി സ്റ്റാർ വാല്യൂ കണ്ടുപിടിക്കുക. പി സ്റ്റാറും ആ വാല്യൂ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? P1 കണ്ടുപിടിക്കുക. ഓക്കെ, അല്ല ഈ മെത്തേഡാ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? P01 കിട്ടും. ഐസെൻട്രോപിക് ടേബിൾ ഉപയോഗിക്കുക. P1 ബൈ P01 വാല്യൂ എടുത്തിട്ട് P1 കണ്ടുപിടിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു മെത്തേഡിലേക്ക് നോക്കുക. ഒന്നുകിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേത്. രണ്ടിലായാലും ആൻസർ അപ്രോക്സിമേറ്റ്ലി P1 ഈസ് ഈക്വൽ ടു 4.9 ബാർ കിട്ടും. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്ക്. അപ്രോക്സിമേറ്റ്ലി 4.9 ബാർ വരും. ഓക്കെ, ഇനി ബാക്കി കൂടി ആ മെത്തേഡ് ഒന്ന് നോക്കുക. എന്നിട്ട് ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ. ക്യൂവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് CP ഇൻറ്റു T02 മൈനസ് T01 ആണ്. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് P1 T1 M1 കിട്ടിയതിന് ശേഷം പിന്നെ കണ്ടുപിടിക്കേണ്ടത് Q ആണ്. ഓക്കെ, Q കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? CP ഇൻറ്റു T02 മൈനസ് T01 ആണ്. CP നമുക്കറിയാം 1.2. T02 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. T02 വാല്യൂ T02 1478 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ T01 വാല്യൂ 394 നമ്മൾ ഓൾറെഡി 394 ഓൾറെഡി കണ്ടുപിടിച്ചാണ്. സോ എന്ത് ചെയ്യാ? T02 ബൈ T01 ഇട്ടാ എന്ത് കിട്ടും? T02 മൈനസ് T01 ഇട്ടാ ഒരു ആൻസർ കിട്ടും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1301.16 കിലോ ജൂൾ പെർ കിലോഗ്രാം കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് വരിക? അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷനിലെ എൻട്രി ആൻഡ് എക്സിറ്റ് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? Qmax will be equal to CP into T02 ന് പകരം എന്ത് വരും? T0 സ്റ്റാർ മൈനസ് T01 വരും. സോ T01 നമുക്കറിയാം. T0 സ്റ്റാർ കിട്ടാൻ എന്ത് ചെയ്യാ? ഓൾറെഡി നമ്മൾ ഇവിടെ എന്ത് ചെയ്യാ? ടെമ്പറേച്ചർ കാണുമ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത്? T02 ബൈ T0 സ്റ്റാർ അല്ലെങ്കിൽ T01 ബൈ T0 സ്റ്റാർ, റൈറ്റ്? T02 ബൈ T0 സ്റ്റാർ ആണെങ്കിൽ എന്താ? 0.992 ആണ്, റൈറ്റ്? അല്ലെങ്കിൽ T01 ബൈ T0 സ്റ്റാർ എന്ന് പറയുന്നത് 0.264 ആണ്. ഈ ഏതെങ്കിലും ഒരു വാല്യൂ യൂസ് ചെയ്തിട്ട്, ഓക്കെ, ഏതെങ്കിലും ഒരു വാല്യൂ യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? T0 സ്റ്റാർ കണ്ടുപിടിക്കുക. T02 ഡിവൈഡ് ബൈ T0 സ്റ്റാർ ആണെങ്കിൽ 0.992 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. T02 നമുക്കറിയാതെ ഇവിടെ ഉണ്ടാവും. ഫസ്റ്റ് ഇക്വേഷനിലുണ്ട് 1478 ഉണ്ട്, 1478. സോ എന്ത് കിട്ടും? T0 സ്റ്റാറിന് ഒരു വാല്യൂ കിട്ടും നമുക്ക്, അല്ലേ? T0 സ്റ്റാറിന് ഒരു വാല്യൂ കിട്ടിയാൽ അഗെയിൻ Qmax കണ്ടുപിടിച്ചാൽ മതി. CP ഇൻറ്റു
T0 star minus T01, and this value will be equal to 1315.4 kilojoule per kilogram വരും. ഓക്കെ, ഈ വാല്യൂസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്ക്, എന്നിട്ട് ഈ മെത്തേഡും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്ക്, എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കും. ആ വാല്യൂസും ഇതും മെത്തേഡും ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ഓക്കെ അല്ലേ പറഞ്ഞത്? ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കണേ. അഭിരാം. Present, sir. Present, sir. Present, sir. ഓക്കെ, അഭിരാം കേട്ടു. അവിൻ ജോഷി. ആദർശ്. Present, sir. അക്ഷയ്. ആൽവിൻ. അമൽ കെ പി. Present, sir. അമൽ കെ സന്തോഷ്. Sir, present, sir. അമൽ അനന്തു. Present, sir. അനുരാഗ്. Present, sir. Present. ആശ്രയ്. Present, sir. അശ്വിൻ. ഭഗത്. ദിജിൻ. Present, sir. ഫസിയുദ്ദീൻ. Present, sir. ജിജോ. Present, sir. ജിജോ. Sir, present. ദിലിൻ. ജിജോ. ഓക്കെ. Present, sir. Present, sir. കാർത്തികൻ. മൃദുൽ. Present, sir. രാഹുൽ. Present, sir. സൂരജ്. Present, sir. സൂരജ് നേരത്തെ എവിടെയും പോയിനി? സാർ അത് ഫോണിൽ ചാർജ് ഒക്കെ ഉണ്ട്, കുത്തി വെച്ചിനേ. കുത്തി വെച്ചിട്ട് അത് കുത്തി വെച്ചിനേ. ക്ലാസ്സിലുണ്ടായിട്ടില്ല, അതെന്നെ സത്യം. അല്ല, ചാർജ് നിക്കുന്നില്ല ഫോണില്, അപ്പൊ കുത്തി വെച്ചിട്ടാണ്. കുത്തി വെച്ചോണ്ട് എന്താ പ്രശ്നം? അല്ല, കേട്ടിട്ടില്ല. കുത്തി വെച്ചതിനെ കൊണ്ട് എങ്ങനെ കേൾക്കാണ്ടിരിക്കുക? അപ്പൊ ക്ലാസ് നീ അതുവരെ ഒന്നും കേട്ടിട്ടില്ലേ? ഓ, കുത്തി വെച്ച അതിനെ ക്ലാസ് കേൾക്കാണ്ടിരിക്കുക. അല്ല, സൗണ്ട് കുറച്ച് കുത്തി വെച്ചതാ. അപ്പൊ ക്ലാസ് സൗണ്ട് കുറച്ച് കുത്തി വെച്ചാൽ നീ അപ്പൊ ക്ലാസ് കേൾക്കുന്നൊന്നുമില്ല. എന്തിനാ പിന്നെ കുത്തി വെക്കുന്നത്? ഫോണിൽ എന്തിനാ ക്ലാസ്സിൽ വെക്കുന്നത്? സാറ് ചാർജ് ഇല്ലല്ലോ. അത് ചാർജ് ഇല്ലെങ്കിൽ ക്ലാസ്സിലില്ലല്ലോ. അപ്പൊ അറ്റൻഡൻസ് ആബ്സെന്റ് കാണാം. അറ്റൻഡൻസ് ഉണ്ട് ആവശ്യമില്ലല്ലോ ക്ലാസ്സിൽ കയറാണ്ട്. സൗരവ്. സൗരവില്ലേ? ശ്രീരാഗ്. വൈശാഖ്. Present, sir. വൈഷ്ണവ് സി കെ. Present, sir. വൈഷ്ണവ് പി കെ. വസീം. ദിനിൽ. Present, sir. വിഷ്ണു. Present, sir. വിഷ്ണു മോഹൻ. നിഖിൽ. Present, sir. ജോഷിത്. Present, sir. വിഷ്ണു. Present, sir. തേജസ്. Present, sir. ആകാശ്. അഭിനവ്. Present, sir. ഗോകുൽ. Present, sir. സച്ചിൻ. Present, sir. ഓക്കെ, അടുത്ത് വരുമ്പോ ഫസ്റ്റ് മോഡ്യൂൾ ഒന്ന് വൃത്തിയായിട്ട് നോക്കിയിട്ട് വരണേ. താങ്ക് യു. ഇപ്പൊ ചെയ്ത പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക, ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കുക ഒന്ന്. ഓക്കെ, സബ്മിറ്റ് ചെയ്യാത്തോട്ട് ഇന്ന് തന്നെ എഴുതിയിട്ട് ബാക്കി സബ്മിറ്റ് ചെയ്യണം.
അങ്ങനെ ബാക്കി വെച്ചോട്ടെ. ഓക്കെ, ശരി, താങ്ക് യു.